ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ എന്ന് പറഞ്ഞാൽ മാമ്പഴം എങ്ങനെ കുറേ നാൾ പ്രിസർവ് ചെയ്ത് വെക്കാമെന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് മാമ്പഴം കിട്ടുന്ന ടൈമാണല്ലേ. ഈ ഒരു സമയം അങ്ങ് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ മാമ്പഴക്കാലമാകാനായിട്ട് കാത്തിരിക്കണമല്ലേ മാമ്പഴപ്പുളിശ്ശേരി കൂട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എന്നും മാമ്പഴപ്പുളിശ്ശേരി കൂട്ടാനായിട്ടുള്ള ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും മാമ്പഴമൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോഴേക്ക് ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരി തയ്യാറാക്കാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയെന്ന് നോക്കിയിട്ട് വന്നാലോ. ഞാനിവിടെ നാട്ടുമാമ്പഴമാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനിയും 250 ml വാട്ടറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാമ്പഴം മുഴുവനും തൊലിയൊക്കെ ഒലിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഞെട്ടൊന്ന് കളഞ്ഞ് തൊലി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പഴുത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തൊലി പൊളിഞ്ഞു പോരും കേട്ടോ. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ മുഴുവൻ തോലുലിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 പാത്രത്തിലാക്കി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ആ തോലിനകത്തും ഒരുപാട് ജ്യൂസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി എടുക്കുന്നുണ്ട്. തോലിലുള്ള ജ്യൂസും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ആ ഒരു തോലിനുള്ളിലും നന്നായിട്ട് നമ്മുടെ ആ ഒരു മാങ്ങയുടെ ഫ്ലഷ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്തുള്ള ജ്യൂസും കൂടി നന്നായിട്ട് തിരുമ്മി ഒന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ജ്യൂസ് മാത്രം മതി കേട്ടോ. ആ ഒരു തോല് നമ്മൾ അതിനകത്തുനിന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ എടുക്കുന്നുണ്ട്. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. തോലുലിച്ച മാമ്പഴം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു തോല് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ജ്യൂസ് ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജ്യൂസ് മുഴുവനായിട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും തന്നെ ഉപ്പോ നെയ്യോ ഒന്നും തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ നമ്മുടെ ഈ ഒരു മാമ്പഴം മുഴുവനായിട്ടും. ഈ ഒരു വെള്ളത്തിൽ കിടന്ന് മാമ്പഴം വെന്ത് നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴാണ് നമ്മൾ അടുത്ത ശർക്കരപ്പാനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നന്നായിട്ട് തിളയ്ക്കുന്നതിനായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാമ്പഴത്തിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അടി കട്ടിയായിട്ടുള്ള പാത്രം അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മുടെ മാമ്പഴമൊക്കെ അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടി കട്ടിയുള്ള പാത്രം തന്നെ ഇതിനു വേണ്ടി യൂസ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ചൊവ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു വെന്ത ശേഷം നമുക്ക് കുറച്ചൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അത് നന്നായിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണേ. അപ്പോൾ അതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ വേണേ. അങ്ങനെ നമ്മൾ പതിയെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് മാമ്പഴമൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി മാമ്പഴത്തിൽ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ശർക്കര പാനിയിൽ കിടന്നും ഇതുപോലെ ആ ഒരു മാമ്പഴം നന്നായിട്ട് കുറുകി വരണം കേട്ടോ. അപ്പോൾ ശർക്കര പാനി ഒഴിച്ച ശേഷം നമ്മൾ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതേ നമ്മുടെ മാമ്പഴത്തിൻ്റെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ആ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചപ്പോൾ പോലും നല്ല സ്മെല്ലാണ് നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വരുന്നത്. ഇനി ആ ശർക്കരയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരുവാണ് കേട്ടോ വേണ്ടത്. അങ്ങനെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ശർക്കരപ്പാനിയിൽ മാമ്പഴം നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. ആ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് കുറുകി വരണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാമ്പഴമൊക്കെ നല്ലതുപോലെ ശർക്കരപ്പാനിയിൽ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാവേ. ഇപ്പോൾ നമ്മുടെ മാമ്പഴം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത ശേഷം മാത്രമേ നമ്മൾ കണ്ടെയ്നേഴ്സിലാക്കി വെക്കാൻ പാടുള്ളേ. നമുക്കിതിനായിട്ട് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എയർ ടൈറ്റ് ആയിട്ടുള്ള ഏത് കണ്ടെയ്നറും നമുക്കിത് സൂക്ഷിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നന്നായിട്ട് തണുത്ത ആ മാമ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ.
നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മാമ്പഴം കൂട്ടിയുള്ള മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നമുക്ക് ഒരുപാട് മാമ്പഴമൊക്കെ വീട്ടിൽ കിട്ടുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.